വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ 2 വീക്സിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഇട്ടിരിക്കുന്നതിൽ എന്തെങ്കിലും കുറച്ച് പോർഷൻസും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ആ ഒരു പ്രിസ്ക്രൈബ് ടൈമിന് മുമ്പ് 10th മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഹെൽപ്ഫുൾ ആവും കേട്ടോ. തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആകും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ ഇട്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2 വീക്സുകളിലായിട്ട് അല്ലെങ്കിൽ അതിൽ പറഞ്ഞ സ്റ്റഡി പ്ലാനിനെ ബേസ് ചെയ്തിട്ട് വേൾഡ് ജിയോഗ്രഫി എന്ന് പറയുന്ന പോർഷൻസിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന 2 പോർഷൻ എർത്തിന്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ റോക്സും ആയിരുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ ഋതുഭേദങ്ങളും സമയവും എന്ന് പറയുന്ന ഇതാണ് നോക്കുന്നത്. ഇത് 10th ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗമാണ്. ഇതിൽ നിന്ന് എന്തൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കേട്ടോ ഇത്. വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരാം. ഓക്കെ, മെയിൻസ് ഒക്കെ ഇപ്പോൾ 10th മെയിൻസ് പഠിപ്പിക്കാനാണെങ്കിലും ശരി, അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒറ്റ എക്സാം ആയതുകൊണ്ട് ആ ഒരു ലെവലിൽ പഠിപ്പിക്കാനാണെങ്കിലും ഇതിൽ നിന്നൊക്കെ നല്ല നല്ല ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പാഠഭാഗം കൃത്യമായിട്ട് ഇന്ന് നോക്കാം. ഒപ്പം നമുക്ക് ഈ ഒരു വീക്കിൽ കവർ ചെയ്യേണ്ട കറണ്ട് അഫെയർ പോർഷൻ ഞാൻ ജസ്റ്റ് പറയാം. ഫെബ്രുവരി 2024 ആണ് നമ്മൾ കവർ ചെയ്യേണ്ട പോർഷൻ. എന്ന് വെച്ചാൽ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് കട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു പാഠഭാഗമാണ് നോക്കുന്നത്. ഇത് കേൾക്കുന്നവരാണെങ്കിൽ അറിയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. അറിയാത്തവരാണെങ്കിൽ ഒന്നും കൂടി ആ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒപ്പം നിങ്ങൾക്ക് ഈ കറണ്ട് അഫെയറും ഇപ്പോൾ ഈ പറയുന്ന പോർഷനും അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഇംഗ്ലീഷിൽ നിന്ന് അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് ഒരു ടോപ്പിക് എടുത്തിട്ടും കൂടി പഠിക്കാം. ഓക്കെ, ടഫായിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു പോർഷനും കൂടി എടുത്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇത് നോക്കാം. അപ്പോൾ ടെക്സ്റ്റിൽ ആദ്യം എന്താ പറയുന്നത്? സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറിച്ചിലുകളാണ് വ്യത്യസ്ത ഋതുക്കളിലെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ലൈറ്റ് എനർജി അല്ലെ, അതിന്റെ നമുക്ക് ലഭിക്കുന്ന ആ ഒരു ഭൂമിയിലേക്ക് എത്തുന്നതിന്റെ അല്ലെങ്കിൽ ആ കിട്ടുന്നതിന്റെയൊക്കെ ഏറ്റക്കുറിച്ചിലുകളാണ് ആക്ച്വലി ഋതുക്കൾ അഥവാ സീസൺ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. വ്യത്യസ്ത സീസൺസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കാരണമാകുന്ന ഘടകങ്ങൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിന്റെ ചരിവുമാണ്. ഭൂമിയുടെ പരിക്രമണം മീൻസ് എർത്തിന്റെ റെവല്യൂഷൻ ആണ്. എർത്ത് സൂര്യന് ചുറ്റും ഉള്ള ആ ഒരു പരിക്രമണവും അച്ചുതണ്ടിന്റെ ചെരിവും അതിന്റെ ആക്സിസിലുള്ള അതിന്റെ ആ ഒരു ചെരിവുമാണ് ഈ പറയുന്ന സീസൺസിന് കാരണം. അപ്പൊ താഴെ പറയുന്നതിൽ എന്തൊക്കെ കാരണം കൊണ്ടാണ് ഈ പറയുന്ന ഋതുക്കൾ ഉണ്ടാവുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഓർത്തു വെക്കേണ്ട ഘടകങ്ങൾ എന്താണ്? ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിന്റെ ചെരിവും. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ദെൻ ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപാത അഥവാ എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെയാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത്. എർത്ത് എങ്ങനെയാണ് സണ്ണിനെ വലം വയ്ക്കുന്നത്? ദീർഘവൃത്താകൃതിയുള്ള ഒരു സഞ്ചാരപാത, ദീർഘവൃത്താകൃതിയുള്ള ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെയാണ് സൂര്യനെ എന്ത് ചെയ്യുന്നത്? ഭൂമി വലം വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ടെക്സ്റ്റ് കിട്ടിയാൽ അടയാളപ്പെടുത്തി അത് വേണ്ട പോയിന്റ്സ് മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് പഠിച്ചു പോയാൽ ലാസ്റ്റ് റിവിഷൻ ആവുമ്പോൾ നമുക്ക് ആ അണ്ടർലൈൻഡ് പോർഷൻസ് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ശേഷം ഇവിടെ പറയുന്നത് നോക്കി, ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്ന് 66.5 ഡിഗ്രി ചരിവുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഭൂമിയുടെ അച്ചുതണ്ടിന്, അതായത് ഭൂമിയുടെ ആക്സസ് ഈ വരച്ചിട്ടുള്ളതാണ് ഭൂമിയുടെ ആക്സസ് എന്ന് പറയുന്നത്. ഇതിന് പരിക്രമണ തലം ഇവിടെ സൂര്യനെ വെച്ചിട്ട് ഇവിടെ വരച്ചിട്ടുണ്ട് അവർ. ഇതാണ് പരിക്രമണ തലം എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് അതിന്റെ ആ ചെരിവ്, പരിക്രമണ തലം വെച്ചിട്ട് ഭൂമിയുടെ ആക്സസിന്റെ ചെരിവ് 66.5 ഡിഗ്രിയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റിലുള്ള പോയിന്റ്സ് ആണ് അതൊക്കെ. 66 ഡിഗ്രി. എന്നാൽ നമ്മൾ ഇതേ ഭൂമിയുടെ അച്ചുതണ്ടിന് ലംബതലത്തിൽ നിന്ന് കണക്കാക്കിയാൽ, ഓക്കെ, ഒരു വെർട്ടിക്കൽ ഇത് വെച്ചിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഭൂമിയുടെ ഈ അച്ചുതണ്ടിന്റെ ചെരിവ് എന്ന് പറയുന്നത് 23.5 ഡിഗ്രിയാണ്. അപ്പൊ അത് സ്പെസിഫൈഡ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, അതൊക്കെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ആണ്. പിന്നെ പരിക്രമണ വേളയിലൂടെ നീളം ഭൂമി ഈ ചെരിവ് നിലനിർത്തുന്നു. അപ്പോൾ സൂര്യനെ ചുറ്റുന്ന ആ ഒരു ഫുൾ ഇതിലും ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചെരിവ് നിലനിർത്തുന്നുണ്ട്, യാതൊരു വ്യത്യാസവും ഇല്ലാതെ. അതുകൊണ്ടാണ് അതിനെ അച്ചുതണ്ടിന്റെ സമാന്തരത അഥവാ പാരലലിസം ഓഫ് ആക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഏരിയാസ് ആണ്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. സൂര്യനും ഭൂമിയും അടുത്തുമകന്നും. അപ്പൊ ഈ ഒരു പരിക്രമണ കാലയളവ് നമുക്കറിയാം 1 ഇയർ കൊണ്ടാണ് ഭൂമി സൂര്യനെ കംപ്ലീറ്റ് വലം വെക്കുന്നത് എന്നുള്ളത് അല്ലെ. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു കാലയളവിൽ ഭൂമിയും സൂര്യനും അടുത്ത് വരുന്ന, അതായത് ഭൂമിക്ക് സൂര്യനിൽ നിന്നും അകലത്തിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, കംപ്ലീറ്റ് നമ്മൾ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് പറഞ്ഞാലും അടുത്തും അകലെയും നിൽക്കുന്ന പോയിന്റ്സ് ഉണ്ട്, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനം എന്ന് പറയുന്നത് സൂര്യ സമീപ ദിനം അഥവാ പെരിഹീലിയൻ എന്നും, ഭൂമി സൂര്യനുമായിട്ട് അകന്ന് അല്ലെ ഏറ്റവും അകന്നു പോകുന്ന ദിനത്തെ നമ്മൾ അപ്ഹീലിയൻ അഥവാ സൂര്യ വിദൂര ദിനം എന്ന് പറയുന്നത്. അപ്പ് എന്ന് ആലോചിച്ചാൽ മതി. അപ്പ് എന്ന് പറഞ്ഞാൽ ഉയർന്നിരിക്കുന്നത് എന്നുള്ളതല്ലേ. അപ്പൊ അതിൽ അപ്പ് അതായത് വളരെ കൂടുതലാണ് എന്നുള്ള ഏതെങ്കിലും ഒരെണ്ണം പഠിക്കുക, അതിന്റെ ഓപ്പോസിറ്റ് മനസ്സിലാക്കുക. ഓക്കെ, അപ്ഹീലിയൻ ഈ 2 ദിവസങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ 2025 പെരിഹീലിയൻ അപ്ഹീലിയൻ ഡേയ്സ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. പെരിഹീലിയൻ അഥവാ സൂര്യ സമീപ ദിനം എന്ന് പറയുന്നത് January 4th ഇനി അപ്ഹീലിയൻ വരുന്നത് July 3rd. ഓക്കെ, ചിലപ്പോൾ ഇത് വെച്ചിട്ട് ചോദിക്കാറ്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു പിക്ചറിലൂടെ കാണിച്ചിരിക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സംഭവം. നോക്കി, അച്ചുതണ്ടിന്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു.
ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു ആ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? അതുപോലെ നിലനിർത്തണമല്ലോ, മാറ്റമൊന്നും വരാതെ. ആ ഒരു പാരലലിസം ഓഫ് ആക്സിസ് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം എപ്പോഴും ആ ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി നോർത്ത്, അതുപോലെ തന്നെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23.5 ഡിഗ്രി സൗത്തിനിടയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സൂര്യന്റെ അയനം അഥവാ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എന്ന് പറയുന്നത്. ചിലപ്പോൾ താഴെ പറയുന്നത് എന്താണ് സൂര്യന്റെ അയനത്തെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവന ഇതെന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളോട് മാറ്റി മറിച്ചൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള സെന്റൻസുകൾ നമ്മൾ നോട്ട് ചെയ്യണം. നമ്മൾ എപ്പോഴും ഫാക്ച്വൽ മാത്രം പ്രതീക്ഷിക്കരുതല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഇവിടെ പറയുന്നുണ്ട്, ഒരു പരിക്രമണ കാലത്തിൽ, അതായത് ഒരു വർഷം, സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ സഞ്ചാരഗതിയിലെ 4 സ്ഥാനങ്ങളാണ് നമുക്ക് ഇവിടെ മുകളിലെ ഒരു ചിത്രത്തിൽ ഈ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതില് സൂര്യന്റെ അയനം മൂലം ഭൂമിയിൽ സൂര്യപ്രകാശം പതിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നത്. വർഷത്തിന്റെ ഒരു പകുതിയിൽ ഉത്തരാർദ്ധഗോളത്തിലും മറുപകുതിയിൽ ദക്ഷിണാർദ്ധഗോളത്തിലുമാണ് സൂര്യന്റെ ലംബരശ്മികൾ പതിക്കുന്നത്. അപ്പോൾ വെർട്ടിക്കൽ റേസ് ഓഫ് ദ സൺ, സണ്ണിന്റെ വെർട്ടിക്കൽ റേസ് ഭൂമിയിൽ ഒരു പകുതി, അതായത് നമുക്കറിയാലോ ഒരു വർഷം, ആ വർഷത്തിൽ 6 മാസം എങ്ങനെയാണ് ഉത്തരാർദ്ധഗോളത്തിലായിരിക്കും, പിന്നെ 6 മാസം എങ്ങനെയായിരിക്കും ദക്ഷിണാർദ്ധഗോളത്തിലായിരിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന സ്ഥലത്ത് ചൂട് എന്തായിരിക്കും? പൊതുവേ കൂടുതലായിരിക്കും അല്ലെ. ഇനിയാണ് നമ്മൾ ഈ സൂര്യന്റെ അയനവും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ പറയുന്ന ഋതുക്കളുടെ സംഭവം പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ അത് കാരണമാണ് വസന്തകാലം അഥവാ സ്പ്രിംഗ് സീസൺ, ഗ്രീഷ്മകാലം അഥവാ സമ്മർ സീസൺ, ഹേമന്തകാലം അഥവാ ഓട്ടം സീസൺ, ശൈത്യകാലം അഥവാ വിന്റർ സീസൺ, ഇതൊക്കെ ഈ പറയുന്ന വ്യത്യസ്ത ഋതുക്കൾ സൈക്ലിക് ആയിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, പീരിയോഡിക് ആയിട്ട് ഉണ്ടാവുന്നതിന്റെ കാരണം ഈ പറയുന്ന സൂര്യന്റെ അയനം കൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് ഓപ്പോസിറ്റ് ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. സ്പ്രിങ്ങിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഓട്ടം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതുപോലെ സമ്മറിന്റെ ഓപ്പോസിറ്റിൽ വരുന്ന വിന്റർ, ഇത് നമുക്ക് പിന്നീട് അങ്ങോട്ട് പഠിക്കുന്നതിലും ഉപകാരപ്പെടും. ഉത്തരാർദ്ധഗോളത്തിൽ വരുന്നതാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റിൽ ഒരു സാധനമായിരിക്കും എന്താണ് ദക്ഷിണാർദ്ധഗോളത്തിൽ, അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് സ്പ്രിങ്ങിന്റെ ഓപ്പോസിറ്റ് ഓട്ടം, സമ്മറിന്റെ വിന്റർ ആണെന്ന് നമുക്കറിയാലോ. അപ്പൊ അതിന്റെ മലയാളം നോക്കി വെക്കണം. സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ വസന്തകാലം, ഓട്ടം എന്താണ് ഹേമന്തകാലം, സമ്മർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രീഷ്മകാലം, വിന്റർ ശൈത്യകാലം. വേനൽക്കാലം എന്നായിരിക്കും നമ്മുടെ മൈൻഡിൽ സമ്മർ എന്ന് പറയുമ്പോൾ വരിക, പക്ഷെ ഗ്രീഷ്മകാലം എന്നുള്ളതാണ്. ഇനി ഇവിടെ പറയുന്നുണ്ട്, വർഷം മുഴുവൻ ഉയർന്ന തോതിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പൊതുവെ ഋതുഭേദങ്ങൾ പ്രകടമായി അനുഭവപ്പെടാറില്ല. ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ട്രോപ്പിക് സോണാണ്. ട്രോപ്പിക്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ഭൂമധ്യരേഖയ്ക്കും ഇടയിലുള്ള പോർഷനും പിന്നെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇക്വേറ്ററിനും ഇടയിലുള്ള പോർഷനും അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ട്രോപ്പിക്സ്. അപ്പോൾ ആ ട്രോപ്പിക്സിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ ശീതോഷ്ണ മേഖലാ പ്രദേശങ്ങൾ അഥവാ മധ്യ അക്ഷാംശ മേഖലയിലാണ് എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്നത്. ഓക്കെ, മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളിലാണ് ഇത് കുറച്ചും കൂടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുക. ഇനി പറയുന്നത് നോക്കി, സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നു. നോക്കി, അതായത് സൂര്യരശ്മി കറക്റ്റ് ഭൂമധ്യരേഖയ്ക്ക് ഇതിലായിരിക്കുമ്പോൾ, നേർ മുകളിലായിരിക്കുമ്പോൾ ഈക്വൽ ആയിട്ടാണ് ഈ ഉത്തരാർദ്ധഗോളവും അതുപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളത്തിലും എന്ത് ലഭിക്കുന്നത്? ആ ഒരു സൂര്യരശ്മി അല്ലെങ്കിൽ സൂര്യപ്രകാശം ലഭിക്കുന്നത്. ഓക്കെ, ഇനി അത് കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നുണ്ട്. പരിക്രമണ വേളയിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം മധ്യരേഖയ്ക്ക് നേർ മുകളിലാകുന്ന തീയതികൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആണ്. മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിനങ്ങളിലാണ്. മാർച്ച് 21-നും സെപ്റ്റംബർ 23-നും എന്ത് സംഭവിക്കും? കറക്റ്റ് ആയിട്ട് സൂര്യന്റെ റേസ്, ലംബരശ്മികൾ, വെർട്ടിക്കൽ റേസ് എന്ത് ചെയ്യും? എർത്തിന്റെ ഇക്വേറ്ററിലായിരിക്കും, അഥവാ എന്താ പറയാ, നമ്മളുടെ ഭൂമധ്യരേഖയിലായിരിക്കും. അതുകൊണ്ട് തന്നെ നദേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധഗോളത്തിലും അതുപോലെ സദേൺ ഹെമിസ്ഫിയർ അഥവാ ദക്ഷിണാർദ്ധഗോളത്തിലും ഈക്വൽ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ തുല്യ അളവിലായിരിക്കും സൂര്യപ്രകാശം ലഭിക്കുക. അപ്പൊ അത് അങ്ങനെ സൂര്യൻ കറക്റ്റ് ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വരുന്ന ദിവസങ്ങൾ മാർച്ച് 21, സെപ്റ്റംബർ 23 വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓക്കെ, നദേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും നമ്മൾ പറഞ്ഞില്ലേ ഈക്വൽ സോളാർ റേസ് ആയിരിക്കും വരിക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം അഥവാ ഡ്യൂറേഷൻ ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആകുമ്പോൾ ഈക്വൽ ആയിരിക്കും. ഓക്കെ, അത്രയും ആ ഒരു കൺസെപ്റ്റ് അങ്ങനെ മനസ്സിലാക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇക്വിനോക്സസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, വിഷുവങ്ങൾ, മലയാളത്തിൽ എന്താ പറയാ, വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് സമരാത്ര ദിനങ്ങൾ ഈക്വൽ ആയിട്ട് വരുന്നത് അഥവാ ഇക്വിനോക്സസ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ ഇപ്പോൾ ഈ ഇടയ്ക്കൊക്കെ കേട്ട് കാണും. അത് സംഭവിച്ചില്ല ആക്ച്വലി. സമരാത്ര ദിനങ്ങളിലാണ് സൂര്യരശ്മികൾ എന്താണ് തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 7 നിലകളിലെ ആ വാതിലുകളിലുണ്ടല്ലോ അതിലൂടെ കടന്നു പോകുന്ന ശരിക്കും ഇങ്ങനെ കാണാൻ പറ്റുന്നത് ഈ ഒരു വിഷുവങ്ങളുടെ സമയത്താണ്. ഓക്കെ, അപ്പോൾ
അത് ആ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയുടെ ഒരു പ്രത്യേകതയാണ്, ഒരു സ്ട്രക്ചറിന്റെ പ്രത്യേകതയാണ് അങ്ങനെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഈ ഒരു ഇതിൽ കാണാൻ സാധിച്ചില്ല എന്നൊക്കെ നിങ്ങൾ ന്യൂസിൽ കണ്ടു കാണും. ഓക്കെ, ദെൻ മാർച്ച് 21 മുതൽ മധ്യരേഖയിൽ നിന്നും വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക്, അതായത് 23.5 വടക്ക് നേർമുകളിൽ എത്തുന്നു. അപ്പൊ മാർച്ച് 21 കറക്റ്റ് എവിടെയായിരുന്നു? ഇതിപ്പോ ഇവിടെ പിക്ചറിൽ കാണിച്ചത് മാർച്ച് 21 സൂര്യൻ കറക്റ്റ് എങ്ങനെയായിരുന്നു? വെർട്ടിക്കൽ റേസ് കറക്റ്റ് ഇക്വേറ്ററിൽ ലഭിക്കുകയായിരുന്നു. പക്ഷേ മാർച്ച് 21 ജൂൺ 21 മാറുമ്പോഴത്തേക്കും സൂര്യന്റെ അയനം എങ്ങോട്ടേക്കാണ്? കൂടുതൽ വടക്കോട്ടാണ്. ഓക്കെ, വടക്കോട്ടേക്കായതിനാൽ എന്ത് സംഭവിക്കും? അതായത് ഉത്തരാർദ്ധഗോളത്തിലോട്ടാണ് പോകുന്നത് അല്ലെ. വടക്കോട്ടേക്ക് എന്ന് പറയുമ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ അടുത്തേക്ക് ഇതിലേക്കാണ് പോകുന്നത്. വടക്കോട്ടായതിനാൽ, അതാണ് ഇതിവിടെ കാണിച്ചിട്ടുള്ളത്, കൂടുതലും വടക്കോട്ടായതിനാൽ സൂര്യൻ കറക്റ്റ് എന്ത് ചെയ്യും? ജൂൺ 21 അതായത് സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിലെത്തും. ഓക്കെ, അപ്പൊ മാർച്ച് 21 നിന്ന് നമ്മൾ നേരെ ആ ഒരു ഓർഡർ അറിയാലോ നമുക്ക്, ജനുവരി ഫെബ്രുവരി മാർച്ച് മന്ത്സിന്റെ ഒരു ഓർഡർ അനുസരിച്ച് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. മാർച്ച് 21 തൊട്ട് ജൂൺ 21 സൂര്യന്റെ ആ ഒരു മധ്യരേഖയിൽ നിന്ന് വടക്കോട്ടേക്ക് അയനം സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിലെത്തും. അപ്പൊ ആ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മായനാന്തം അഥവാ സമ്മർ സോൾസ്റ്റിസ് എന്ന് വിളിക്കും. ഇത് ശ്രദ്ധിക്കാം. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നു. കാരണം സൂര്യന്റെ രശ്മികൾ ഉത്തരായന രേഖയിലാണെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ്? പകലിനായിരിക്കും ദൈർഘ്യം കൂടുതൽ അല്ലെ, രാത്രിക്ക് വളരെയധികം ദൈർഘ്യം കുറവായിരിക്കും. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. കൂടുതൽ അതിൽ ഗവേഷണം ചെയ്ത് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം തന്നെയില്ല. ഇനി കൂടുതൽ അറിയണമെന്നുള്ളവർക്ക് അങ്ങനെയും പഠിക്കാട്ടോ. അപ്പോൾ ജൂൺ 21 ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താ സംഭവിക്കാം? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, വേറൊന്നുമല്ല. അപ്പോൾ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ പൊതുവെ അപ്പോൾ എന്ത് കാലമായിരിക്കും? അതാണ് ഇമ്പോർട്ടന്റ്. സ്പ്രിംഗ് സീസൺ അഥവാ വസന്തകാലമായിരിക്കും. മാർച്ച് 21 തൊട്ട് ജൂൺ 21 വരെ എന്തായിരിക്കും? നദേൺ ഹെമിസ്ഫിയറിൽ ഉത്തരാർദ്ധഗോളത്തിൽ എന്തായിരിക്കും? ഈ പറയുന്ന സ്പ്രിംഗ് സീസൺ ആയിരിക്കും. ശൈത്യകാലത്തിൽ നിന്നും വേനൽക്കാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണിത്. ശൈത്യകാലം അതായത് മാർച്ച് 21 മുമ്പ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ അത് നമ്മൾ പറയൂ കേട്ടോ, വിന്റർ സീസൺ ആയിരുന്നു. അതിൽ നിന്ന് വേനൽക്കാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ശൈത്യകാലത്തിൽ നിന്നും വേനൽക്കാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമായിട്ട് പറയാം. അതുകൊണ്ട് ചെടികൾ തളിർക്കുന്നതും പുഷ്പിക്കുന്നതും മാവ് പൂക്കുന്നതും പ്ലാവുകളിൽ ചക്കയുണ്ടാകുന്നതും ഒക്കെ ഈ ഒരു സ്പ്രിംഗ് സീസൺ. അപ്പൊ നമ്മളിന്ന് കണക്ട് ചെയ്ത് മാർച്ച് 21 തൊട്ട് ജൂൺ 21, നമുക്ക് ജൂൺ കേരളത്തിൽ നേരത്തെയാണ് മഴ ലഭിക്കുന്നതെങ്കിൽ കൂടി മാർച്ച് തൊട്ട് നമ്മൾ ഏപ്രിൽ മെയ് ഒക്കെ നോക്കുമ്പോൾ ചക്ക പൂക്കുന്നു, രാവിലെ ചക്ക ഉണ്ടാകുന്നു, ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പൊ അത് സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ടാണ്, അഥവാ വസന്തകാലം. ഇത് ഉത്തരാർദ്ധഗോളത്തിൽ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ എന്തായിരിക്കും അറിയോ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള സീസൺ ആയിരിക്കും, അതായത് ഓട്ടം, ഹേമന്തകാലമായിരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കാം. ദക്ഷിണാർദ്ധഗോളത്തിലെ ഹേമന്തകാലമായിരിക്കും ഇത്. അതാണ് ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞത്, ഓപ്പോസിറ്റ് ആയിട്ട് പഠിക്കാം. അതായത് ജൂൺ 21 മുതൽ ഉത്തരായന രേഖയിൽ നിന്ന് തെക്കോട്ടേക്ക് അയനം ആരംഭിക്കുന്ന സൂര്യൻ സെപ്റ്റംബർ 23 ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മളിവിടെ പറഞ്ഞു മാർച്ച് 21 തൊട്ട് ജൂൺ 21 വരെ ഇവിടെ സ്പ്രിംഗ് സീസൺ ആണ് വരുന്നത്. അത് ഉത്തരാർദ്ധഗോളത്തിലാണ് എന്നുള്ളത് പറഞ്ഞു. ഇനി ജൂൺ 21 തൊട്ട് സെപ്റ്റംബർ 23 വരെയുള്ളതിൽ നമ്മൾ എന്താ പറഞ്ഞേ? ഇനി സൂര്യൻ എന്ത് ചെയ്യാന്നറിയോ? ഇപ്പൊ ഉത്തരായന രേഖയിലായിരുന്നല്ലോ, അതിന്ന് നേരെ തെക്കോട്ടേക്ക് അയനം തുടങ്ങും. അങ്ങനെ കറക്റ്റ് ഭൂമധ്യ രേഖയ്ക്ക് നേർമുകളിലായിട്ട് വരും. അതാണല്ലോ നമ്മൾ പറഞ്ഞത്. മാർച്ച് 21 സെപ്റ്റംബർ 23 എന്താണ് പ്രത്യേകത? സൂര്യന്റെ രശ്മികൾ ഭൂമധ്യ രേഖയ്ക്ക് നേർമുകളിലായിട്ട് വരും. സോ ഇക്വിനോക്സിസ് നടക്കുന്നത് ആ ടൈമിലാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ഒരു സമയം ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെയുള്ള ആ ഒരു കാലയളവിൽ ഈ ഒരു അയനം സംഭവിക്കുകയാണ്. ആ കാലയളവിലാണ് ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലം, സമ്മർ സീസൺ ലഭിക്കുന്നത്. ഓക്കെ, അതാണ് അതിന്റെ പ്രത്യേകത. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള പ്രത്യേകത നമ്മൾ പറഞ്ഞു. സ്പ്രിംഗ് സീസൺ അല്ലെ, ഉത്തരാർദ്ധഗോളത്തിൽ, എല്ലാം ഉത്തരാർദ്ധഗോളം വെച്ച് പഠിക്കാം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ എന്നുള്ളത് മനസ്സിലാക്കാം. ഇവിടെ ഉത്തരാർദ്ധഗോളത്തിലേക്ക് അയനം സംഭവിച്ചുകൊണ്ടാണ്, ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിൽ വന്നുകൊണ്ടാണ്. ഇനി തിരിച്ച് ജൂൺ 21 തൊട്ട് സെപ്റ്റംബർ 23 വരെയുള്ള ആ ഒരു കാലയളവില് സൂര്യൻ ഉത്തരായന രേഖയിൽ നിന്ന് ആ ഒരു ഉത്തരാർദ്ധഗോളത്തിൽ തെക്കോട്ടേക്ക് അയനം നടത്തി കറക്റ്റ് സെപ്റ്റംബർ 23 ആകുമ്പോൾ ഭൂമധ്യ രേഖയ്ക്ക് നേർമുകളിൽ വരും അല്ലെ. അപ്പൊ ഈ ഒരു ആ ഒരു കാലയളവിൽ ഉത്തരാർദ്ധഗോളത്തിൽ എന്ത് സീസൺ ആയിരിക്കും? സമ്മർ സീസൺ ആയിരിക്കും. ഓക്കെ, സമ്മർ സീസൺ ആയിരിക്കും ഉത്തരാർദ്ധഗോളത്തിൽ, നദേൺ ഹെമിസ്ഫിയറിൽ, ഭൂമിയുടെ. അത് എല്ലാം നദേൺ ഹെമിസ്ഫിയർ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ വിന്റർ സീസൺ ആയിരിക്കും എവിടെ? ദക്ഷിണാർദ്ധഗോളത്തിൽ. ഈ ഒരു ടൈമിൽ വിന്റർ സീസൺ ആയിരിക്കും, അഥവാ ശൈത്യകാലമായിരിക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ. ഓക്കെ, ഇനി ഈ രണ്ട് അയനങ്ങളും കൂടിയാണ് നമുക്ക് പറയാൻ. ഇപ്പൊ അറ്റ് പ്രസന്റ് സെപ്റ്റംബർ 23 വന്ന് നിൽക്കുകയാണ്, നേർമുകളിൽ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വന്ന് നിൽക്കുകയാണ്. ഇനി നേരെ തിരിച്ച് എന്ത് ചെയ്യും? വീണ്ടും തെക്കോട്ടേക്ക് അയനം തുടങ്ങും. അതാണ് ഇവർ ഈ ഒരു ഇത് കാണിച്ചിരിക്കുന്നത്. ഡിസംബർ 22 വരെയുള്ളതിൽ എന്ത് സംഭവിക്കും? തെക്കോട്ടേക്ക് അയനം ചെയ്യും വീണ്ടും. അങ്ങനെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന് നേർമുകളിൽ വരും. അപ്പോഴുള്ള സീസൺ എന്താ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സെപ്റ്റംബർ 23 മുതൽ മധ്യരേഖയിൽ നിന്ന് തെക്കോട്ടേക്ക് അയനം തുടരുന്ന സൂര്യൻ ഡിസംബർ 22 ദക്ഷിണായ രേഖ അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന് നേർമുകളിൽ വരും. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യ അയനാന്ത ദിനം. കാരണം ഓൾറെഡി നദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് പോയി,
എവിടെ എത്തി? ഡിസംബർ 22 ആയപ്പോൾ തന്നെ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് ആ ഒരു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ നേർമുകളിലെത്തി. അപ്പൊ സ്വാഭാവികമായിട്ടും നദേൺ ഹെമിസ്ഫിയറിൽ സൂര്യന്റെ ഇതുണ്ടോ? ശൈത്യായനാഥ ദിനാണ്, വിന്റർ സോൾസിറ്റൈസ് ആണ് അവിടെ. ഓക്കെ, അപ്പോൾ ഈ ദിവസവും ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകൽ കുറവായിരിക്കും അല്ലെ, ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയായിരിക്കും ഉത്തരാർദ്ധഗോളത്തിൽ അനുഭവപ്പെടാം. അപ്പൊ ഇതൊന്നും കൂടെ കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം പഠിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു നദേൺ ഹെമിസ്ഫിയർ പഠിക്കാം. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് മനസ്സിലാക്കുക. ഓക്കെ, സൂര്യൻ എവിടെ വരുന്നു അവിടെ കുറച്ചും കൂടെ പകൽ കൂടുതലായിരിക്കും എന്നുള്ളത് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഡിസംബർ 22 ദക്ഷിണാർദ്ധഗോളത്തിലെ രാത്രി പകലുകൾക്ക് എന്തൊരു തീയതിയാണുള്ളത്? ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാം. അപ്പൊ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഉത്തരാർദ്ധഗോളത്തിൽ, അതുകൊണ്ട് എന്ത് സീസണാണ്? ഹേമന്തകാലമാണ്, ഓട്ടം സീസൺ ആണ്. അപ്പൊ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്പ്രിംഗ് സീസൺ ആയിരിക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഹേമന്തകാലത്തെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വേനൽക്കാലത്തിന്റെ തീക്ഷ്ണതയിൽ നിന്നും ശൈത്യകാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണ് ഹേമന്തകാലം. നമ്മൾ നേരെ തിരിച്ച് മറ്റേത് എന്താ പറഞ്ഞ? സ്പ്രിംഗ് സീസൺ. ശൈത്യകാലത്തിന്റെ ആ ഒരു ഇതിൽ നിന്ന് വേനൽക്കാലത്തിലേക്കുള്ള ആ ഒരു മാറ്റമാണ് സ്പ്രിംഗ് സീസൺ എങ്കിൽ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഓട്ടം. അതുകൊണ്ടാണ് ഞാൻ രണ്ടും ഓപ്പോസിറ്റ് ആണ് എന്നുള്ള രീതിയിൽ പഠിക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ കാലയളവിൽ അന്തരീക്ഷ ഊഷ്മാവ് ഗണ്യമായി കുറയും, പകലിന്റെ ദൈർഘ്യം കുറഞ്ഞു വരികയും രാത്രിയുടെ ദൈർഘ്യം കൂടുകയും ചെയ്യുന്നു. എവിടെ? ഉത്തരാർദ്ധഗോളത്തിൽ. സൂര്യൻ എവിടെ വരുന്നു അവിടെ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് നടക്കേണ്ടത്. ഇത് ഹേമന്തകാലമാണ്. ഓക്കെ, ഹേമന്തകാലത്തിൽ എന്താണ്? പകലിന്റെ ദൈർഘ്യം കുറവാണ്, രാത്രിയുടെ ദൈർഘ്യം കൂടുതലാണ്. മരങ്ങൾ പൊതുവെ ഇല പൊഴിക്കുന്ന കാലമാണ് ഹേമന്തകാലം. നിങ്ങൾ പാട്ട് കേട്ടിട്ടുണ്ടാവില്ല, ഹേമന്തമെൻ കൈക്കൊമ്പിളിൽ. ഓക്കെ, മരങ്ങൾ പൊതുവെ ഇല പൊഴിക്കുന്ന കാലമാണിത്. ശേഷം ഡിസംബർ 22 ദക്ഷിണായന രേഖയിൽ നിന്ന് വടക്കോട്ടേക്ക് അയനം ആരംഭിക്കുന്നത് നമുക്കറിയാലോ. കറക്റ്റ് മാർച്ച് 21 വീണ്ടും എത്തും. ഈ കറക്റ്റ് ഇക്വേറ്ററിലോട്ട് സൂര്യൻ എത്തും. ഓക്കെ, ഇക്വേറ്ററിന്റെ നേർമുകളിലേക്ക് എത്തും. അവിടെ നമുക്ക് ഇക്വിനോക്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ ഈ കാലയളവ്, ആ ഒരു ഗ്യാപ്പിലാണ് എന്ത് സംഭവിക്കുന്നത്? കാലയളവിലാണ് ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലം, വിന്റർ സീസൺ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അതാണ് ഇവർ ഈ ഡേറ്റ് ഇട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ഒരു പിക്ചർ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് പഠിച്ചാലും മതി. നമുക്ക് ആകെ അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം, മാർച്ച് 21 സെപ്റ്റംബർ 23 സൂര്യൻ കറക്റ്റ് ഇക്വേറ്ററിന്റെ നേർ മുകളിലായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും എന്തായിരിക്കും? തുല്യമായിരിക്കും പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യം. ഓക്കെ, ഇത് നമുക്കറിയാം. ഇനി മാർച്ച് 21 തൊട്ട് ജൂൺ 21 വരെ ആ ഒരു കാലയളവിൽ സൂര്യന്റെ അയനം വടക്കോട്ടേക്കാണ്, ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കാണ്, ഉത്തരാർദ്ധഗോളത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇതിനെ സമ്മർ സോൾസിറ്റൈസ് എന്ന് നമ്മൾ പറയും അല്ലെ. ആ ഒരു ഇതിലാണ് സ്പ്രിംഗ് സീസൺ ഉണ്ടാകുന്നത് ഉത്തരാർദ്ധഗോളത്തിൽ. എല്ലാം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഉത്തരാർദ്ധഗോളമാണ്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സീസൺ ആയിരിക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ എന്ന് പഠിക്കാം. നദേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസൺ ആണ്. ഓക്കെ, ഇത് ശൈത്യകാലത്തിൽ നിന്നും വേനൽക്കാലത്തിലേക്കുള്ള ഒരു മാറ്റമാണ് സ്പ്രിംഗ് സീസൺ എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി ജൂൺ 21 തൊട്ട് സെപ്റ്റംബർ 23 വരെയുള്ള ആ ഒരു കാലയളവിൽ എന്ത് സംഭവിക്കും? സൂര്യൻ ഉത്തരായന രേഖയിൽ നിന്ന് നേരെ തെക്കോട്ടേക്ക് അയനം ചെയ്ത് കറക്റ്റ് ഇക്വേറ്ററിന് മുകളിലായിട്ട് വരികയാണ് സെപ്റ്റംബർ 23 ആകുമ്പോഴത്തേക്കും. അപ്പൊ ആ ഒരു കാലയളവിൽ എന്ത് സംഭവിക്കുന്നു? അപ്പൊ നമ്മൾ ഓൾറെഡി സ്പ്രിംഗ് സീസൺ ഈ ഒരു കാലയളവിൽ ഡിഫൈൻ ചെയ്തത് ശൈത്യകാലത്തിൽ നിന്ന് വേനൽക്കാലത്തിലേക്കുള്ള ചുവടുമാറ്റം എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞ് വരാൻ പോകുന്ന ഈ ഒരു അപ്പാരന്റ് മൂവ്മെന്റിൽ എന്താണ് സംഭവിക്കുക? സമ്മർ സീസൺ ആയിരിക്കും. സമ്മർ സീസൺ ഇൻ നദേൺ ഹെമിസ്ഫിയർ. അങ്ങനെ സൂര്യൻ അയനം ചെയ്ത് കറക്റ്റ് ഇക്വേറ്ററിന്റെ മുകളിൽ എത്തുന്ന തീയതിയാണ് സെപ്റ്റംബർ 23 എന്നറിയാം. അവിടെ നിന്ന് ഇനി സൂര്യന്റെ ആ ഒരു അയനം എങ്ങോട്ടേക്കാണ്? ഇനി ദക്ഷിണാർദ്ധഗോളത്തിൽ. അപ്പൊ ദക്ഷിണാർദ്ധഗോളത്തിലേക്കാണ് ഇനി അപ്പാരന്റ് മൂവ്മെന്റ് നടക്കാൻ പോകുന്ന സണ്ണിന്റെ. അത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ അവിടേക്ക് എത്തി. ഓക്കെ, അതിന്റെ മുകളിലേക്ക് എത്തുമ്പോൾ കറക്റ്റ് നദേൺ ഹെമിസ്ഫിയറിൽ എന്താ സംഭവിക്കുക? അതൻ വിത്ത് റെസ്പെക്ട് ടു നദേൺ ഹെമിസ്ഫിയർ ആണ് പറയുന്നത്. അവിടെ എന്ത് സീസൺ ആയിരിക്കും ഇനി? അവിടെ സ്വാഭാവികമായിട്ട് ആ പകലിന്റെ ദൈർഘ്യമൊക്കെ കുറവായിരിക്കും അല്ലെ, രാത്രിയുടെ ദൈർഘ്യമായിരിക്കും കൂടുതൽ, നമുക്കറിയാം. അപ്പോൾ അവിടെ വരുന്ന സീസൺ എന്താണ്? ഓട്ടമാണ്. ഓക്കെ, ഓട്ടം സീസൺ ഇൻ നദേൺ ഹെമിസ്ഫിയർ. കാരണം സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്കാണ് അയനം ചെയ്തത്. അപ്പോൾ ഡിസംബർ 22 തൊട്ട് മാർച്ച് 21 വരുമ്പോൾ വീണ്ടും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന് നേരെ തിരിച്ച് ഇക്വേറ്ററിലോട്ട് വരാൻ ആ ഒരു അയനം നടക്കുകയാണ്. അപ്പോൾ അവിടെ എന്ത് സീസൺ ആയിരിക്കും? നദേൺ ഹെമിസ്ഫിയറിൽ വിന്റർ സീസൺ ആയിരിക്കും. വിത്ത് റെസ്പെക്ട് ടു നദേൺ ഹെമിസ്ഫിയർ ആണ് ഇത് മൊത്തം പറയുന്നത്. ജസ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ എന്നുള്ളത് മനസ്സിലാക്കാം. ഒരു ഹെമിസ്ഫിയറിന് മാത്രം പഠിക്കാം, ബാക്കിയുള്ളതൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, ഇത് രണ്ട് കറക്റ്റ് കണ്ടോ? ഓപ്പോസിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. സ്പ്രിംഗ് സീസൺ, ഓട്ടം സീസൺ, പിന്നെ സമ്മർ സീസൺ, വിന്റർ സീസൺ. ഇങ്ങനെ ജസ്റ്റ് പഠിച്ചാൽ ഈ ഒരു സംഭവങ്ങൾ കൃത്യമായിട്ട് മൈൻഡിൽ നിൽക്കും. ഇതിന്റെ ഡേറ്റ് മാർച്ച് 21, ജൂൺ 21 അതൊക്കെ ചോദിക്കൂട്ടോ. ഇപ്പൊ മാർച്ച് 21 സെപ്റ്റംബർ 23 കറക്റ്റ് ഇക്വേറ്ററിൽ നിൽക്കുന്നതാണെങ്കിൽ ജൂൺ 21 സെപ്റ്റംബർ 23 ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്കും പോകുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയും. ഓക്കെ, അത് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇന്ത്യയിലെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന ഏതൊക്കെ മാസങ്ങളിലാണ്? മാർച്ച് മുതൽ ഏപ്രിൽ മാസങ്ങളിൽ വസന്തകാലം അഥവാ സ്പ്രിംഗ് സീസൺ ആണ് നമുക്ക് ഇന്ത്യയിൽ കേട്ടോ. ദെൻ മെയ് ജൂൺ മാസങ്ങളിൽ നമുക്കറിയാം, മെയ്യിലൊക്കെ വരുമ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പൊ ഗ്രീഷ്മകാലം സമ്മർ സീസൺ ആണ്. ദെൻ വർഷകാലം മൺസൂൺ അല്ലെ, മൺസൂണൊക്കെ കിട്ടുന്ന ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമുക്ക് നല്ല മഴക്കാലമായിരിക്കും, വർഷകാലം. ദെൻ ശരത്കാലം,
ശരത്കാലമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ശരത്കാലമാണ്. ദെൻ ഓട്ടം സീസൺ വരുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഹേമന്തകാലം. ദെൻ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ശിശിരകാലം. നമുക്ക് പാട്ടൊക്കെ അറിയാലേ, ശിശിരകാലമേഘമിഥുനരവിപരാഗമോ അതോ ദേവരാഗമോ. അപ്പൊ ശിശിരകാലം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്ത്യയുടെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്, അതൊന്ന് നോക്കിയേക്കുക. ദെൻ ഉത്തരായനവും ദക്ഷിണായനവും നമ്മൾ കണ്ടു അല്ലെ. സൂര്യന്റെ അയനവും അതിനനുസൃതമായി ഇരു അർദ്ധഗോളങ്ങളിലുമുള്ള ഋതുക്കളുടെ ആവർത്തനക്രമം നമ്മൾ കണ്ടു. ശൈത്യായനാന്ത ദിനത്തെ തുടർന്ന് സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക് അയനം ആരംഭിക്കുകയും ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് നേർ മുകളിൽ എത്തുകയും ചെയ്യുന്നു. ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ ഉത്തരായനം. അപ്പൊ നമ്മളിപ്പോ കണ്ട കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞതാണത്. അതായത് ഭൂമധ്യരേഖ, അതായത് ഈ പറയുന്ന ദക്ഷിണ രേഖയ്ക്കും ഉത്തരായന രേഖയ്ക്കും ഇടയിലുള്ള ആ ഒരു അയനങ്ങളും ഉണ്ടല്ലോ, ഇതില് ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ ഉത്തരായനം എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേത് ദക്ഷിണായനം. മനസ്സിലായ ഡേറ്റുകൾ വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതുള്ളൂ കേട്ടോ, വേറെ ഇതൊന്നുമില്ല. പിന്നെ നമുക്ക് ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്, മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലായതിനാൽ ഈ കാലയളവ് ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായി പകലായിരിക്കും. മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ളതിൽ നമ്മൾ കണ്ടു, മാർച്ച് 21 ടു സെപ്റ്റംബർ 23 വരെ നെതേൺ ഹെമിസ്ഫിയറിൽ തന്നെയാണ് സൂര്യൻ വരുന്നത് അല്ലെ. ആ ഒരു 6 മാസക്കാലം സൂര്യൻ നെതേൺ ഹെമിസ്ഫിയറിലായതുകൊണ്ട് നോർത്തിലുള്ള പോൾസ്, അതായത് നമ്മുടെ പോൾസ് ഉണ്ടല്ലോ, ആ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായിട്ട് പകൽ തന്നെയായിരിക്കും. എന്നാൽ സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ നീളുന്ന 6 മാസക്കാലം സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലായതിനാൽ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായിട്ട് എന്തായിരിക്കും, രാത്രിയായിരിക്കും. ഇപ്പൊ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, പാതിരാ സൂര്യൻ എന്നുള്ള രീതിയിൽ അർദ്ധരാത്രിയിലും സൂര്യൻ ഒരു ദിവസമല്ല 6 മാസക്കാലത്തോളം ആർട്ടിക് വൃത്തത്തിലും അന്റാർട്ടിക് വൃത്തത്തിലും ഇതാണ് സ്ഥിതി. പകൽ എന്ന് പറയുമ്പോൾ സൂര്യൻ തലയ്ക്ക് മുകളിലാണെന്ന് കരുതരുത്. ഇക്കാലത്തെ പകൽ വെളിച്ചം ഏറിയാൽ 1-2 മണിക്കൂർ മാത്രം. നിലത്തെമ്പാടും മഞ്ഞു മൂടിയ അവസ്ഥയാണ്. ഇവിടുത്തെ ജനജീവിതം പരിമിതമായ കൃഷിയുമെല്ലാം ഈ കാലാവസ്ഥ പ്രത്യേകത അനുസരിച്ച് ക്രമപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ ജസ്റ്റ് ഈ ടെക്സ്റ്റിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, പരിക്രമണത്തോടൊപ്പം ഭൂമി സ്വന്തം അച്ചുതണ്ടിനെ ആധാരമാക്കി ഭ്രമണം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. റവല്യൂഷനോടൊപ്പം സ്വന്തം ആക്സിസിൽ റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു റൊട്ടേഷന്റെ ഫലമായിട്ടാണ് രാത്രിയും പകലും ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എർത്തിന്റെ റൊട്ടേഷൻ എവിടെ നിന്ന് എവിടെയൊക്കെയാണ്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ടാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂറാണ് എടുക്കുക എന്നുള്ളത് നമുക്കറിയാം. ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാൽ സൂര്യോദയം കിഴക്ക് നിന്നായിരിക്കുന്നു മാത്രം. ഓക്കെ, ഇതൊക്കെ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്, ഭൂമിയുടെ കോണളവ് 360 ഡിഗ്രിയാണ് നമുക്കറിയാം. ഓരോ ഡിഗ്രി കോണളവിലും ഒരു രേഖാംശം വീതം വരച്ചാൽ, ഓരോ ഡിഗ്രി, അതായത് 360 ഡിഗ്രിയാണ് മൊത്തത്തിലുള്ള കോണളവ്, അതിൽ ഓരോ ഡിഗ്രി കോണളവിലും ഒരു രേഖാംശം, അതായത് ലോഞ്ചിറ്റ്യൂഡ് ഒരു രേഖാംശം വീതം വരച്ചാൽ 360 ആയിരിക്കുമല്ലോ നമുക്ക് രേഖാംശ രേഖകൾ കിട്ടുക. അങ്ങനെയാണെങ്കിൽ 360 ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് വേണ്ടത് 24 മണിക്കൂറാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 360 ഡിഗ്രി തിരിയാനാണ് 24 മണിക്കൂർ. അപ്പോൾ ഈ ഓരോ ഡിഗ്രിക്കും ഓരോ രേഖാംശ രേഖ വരച്ചാൽ 360 രേഖാംശ രേഖകൾ നമുക്ക് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞു പോകുന്നത് ഇതാണ്, 1 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം, അത് മതി നമുക്ക്. 1 ഡിഗ്രി രേഖാംശ രേഖം തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്, 4 മിനിറ്റ് ആണ്. അതിന്റെ കണക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. 24 മണിക്കൂറിനെ ആദ്യം മിനിറ്റിലോട്ട് മാറ്റി. അപ്പൊ 360 ഡിഗ്രി തിരിയാൻ ഇത്ര മിനിറ്റ് ആണ് എങ്കിൽ 1 ഡിഗ്രി തിരിയാൻ എത്ര മിനിറ്റ് വേണം എന്നുള്ളത് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ചേക്കണാണ്. 1 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ ഭൂമിക്ക് 4 മിനിറ്റ് വേണം. ചിലപ്പോൾ ഇതും ഒരു ചോദ്യമായിട്ട് വരാം, ഇങ്ങനെ കണക്കാക്കി എടുക്കുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ 15 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോൾ എങ്ങനെയായിരിക്കും, 1 മണിക്കൂർ സമയ വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, 15 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോൾ 1 മണിക്കൂർ സമയ വ്യത്യാസം ഉണ്ടാകുന്നു. നോക്കി, കാരണം എന്ന് വെച്ചാൽ 15 ഡിഗ്രി രേഖാംശം, 1 ഡിഗ്രി തിരിയാൻ 4 മിനിറ്റ് ആണെങ്കിൽ 15 ഡിഗ്രി തിരിയാൻ 15 × 4 60 മിനിറ്റ് ആണ്. അപ്പോൾ 1 മണിക്കൂർ അവിടെ എന്തായി മാറി അല്ലെ, 1 മണിക്കൂർ മാറി കിട്ടി. അതാണ് പറയുന്നത് 15 ഡിഗ്രി തിരിയാൻ 1 മണിക്കൂറിന്റെ സമയ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് എന്ന്. അതായത് 1 മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശ രേഖ പ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത്. അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്ന ഒരു പോയിന്റ്. 1 മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശ പ്രദേശമാണ് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാൽ സമയക്കൂടുതൽ രേഖപ്പെടുത്തുന്നത് കിഴക്കോട്ടും സമയക്കുറവ് രേഖപ്പെടുത്തുന്നത് പടിഞ്ഞാറോട്ടും ആയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞു ഭൂമിയുടെ റൊട്ടേഷൻ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതുകൊണ്ട് തന്നെ സമയക്കൂടുതൽ എപ്പോഴും രേഖപ്പെടുത്തുക ഈസ്റ്റിലോട്ട്, അതായത് കൂടുതൽ എപ്പോഴും പ്ലസ് ആഡ് ചെയ്ത് നമ്മൾ ടൈം ഇപ്പോൾ ഓരോരോ പ്രദേശങ്ങളുടെ കണ്ടെത്തില്ല, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെയൊക്കെ നമ്മൾ കണ്ടെത്തില്ല. അപ്പോൾ കിഴക്കോട്ടുള്ള പ്രദേശങ്ങൾക്ക് നമ്മൾ ആ രേഖാംശ രേഖ, അതായത് 0 ഡിഗ്രി നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ് 0 ഡിഗ്രിയിലേക്ക് അങ്ങോട്ട് ഈസ്റ്റിലോട്ടുള്ളത് പ്ലസ്, അത് എത്രയാണോ അതിൻ്റെ ആഡ് ചെയ്തും പോകും. പടിഞ്ഞാറോട്ടുള്ളത് സമയക്കുറവ്, അതായത് മൈനസ് ചെയ്തുമായിരിക്കും ചെയ്യുക. അതാണ് ഇവർ ഇങ്ങനെ കണക്കാക്കിയത് ഇവിടെ ഒരു പിക്ചർ ഒക്കെ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗ്രീനിച്ച് സമയം അഥവാ ഗ്രീനിച്ച് മെറീഡിയൻ ടൈമും
ടൈം സോണാണ് നമ്മൾ നോക്കുന്നത്. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഗ്രീനിച്ച് രേഖ എന്ന് വിളിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വാനനിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടി കടന്നു പോകുന്നത് കൊണ്ടാണ് ഈ ഒരു പേര് അതിന് ലഭിച്ചത്. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്ത് എവിടെയുമുള്ള സമയം നിർണ്ണയിക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു രേഖ അതുകൊണ്ട് തന്നെ പ്രൈം മെറിഡിയൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്നാണ് പറയുക. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള 24 മേഖലകളായിട്ടാണ് ലോകത്തെ തിരിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഗ്രീനിച്ച് ടൈമിനെ ബേസ് ചെയ്തിട്ട് 1 മണിക്കൂർ വീതമുള്ള 24 മേഖലകളായിട്ടാണ് ലോകത്തെ തിരിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇതാണ് സമയ മേഖലകൾ. ഓക്കെ, ടൈം സോൺസ്. പിന്നീട് ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട് സ്റ്റാൻഡേർഡ് സമയം. ഓരോ രേഖാംശത്തിലെയും പ്രാദേശിക സമയത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, അല്ലെ? നമ്മളിപ്പോൾ ഓരോ രേഖാംശം വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് എന്താണ്, വിവിധ രേഖാംശങ്ങളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ അതാതിടങ്ങളിലെ പ്രാദേശിക സമയം പരിഗണിച്ചാൽ അത് പല അവസരങ്ങളിലും എന്താണ് പ്രശ്നം, ആശയക്കുഴപ്പം സൃഷ്ടിക്കും. അതുകൊണ്ട് ആ ഒരു പ്രതിസന്ധി മറികടക്കാൻ രാജ്യങ്ങളുടെ കാരണം ഓരോ പ്രദേശത്തു കൂടിയും പോകുന്ന രേഖാംശ രേഖയ്ക്ക് അനുസരിച്ച് നമ്മളിങ്ങനെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ വ്യത്യാസം ഭയങ്കരമായിരിക്കും, ഓരോ പ്രാദേശിക വ്യത്യാസം തന്നെ ഭയങ്കരമായിരിക്കും. അപ്പോൾ രാജ്യങ്ങളുടെ കേന്ദ്ര ഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ രാജ്യത്ത് മുഴുവൻ പൊതുസമയമായിട്ടാണ് സാധാരണ കണക്കാക്കുക. അതുകൊണ്ട് തന്നെ ഒരു രാജ്യം എടുത്തു കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ കറക്റ്റ് നടുക്ക് കൂടി കേന്ദ്ര ഭാഗത്തു കൂടി കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡ് ഏതാണോ, രേഖാംശ രേഖ ഏതാണോ, അതിന്റെ പ്രാദേശിക സമയം രാജ്യത്തെ മുഴുവൻ പൊതുസമയമായിട്ട് കണക്കാക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ രേഖാംശ വ്യാപ്തി കൂടിയ രാജ്യങ്ങളുണ്ട്. രേഖാംശ വ്യാപ്തി കൂടിയ രാജ്യങ്ങളിൽ ഒന്നിലേറെ രേഖാംശ രേഖകളെ മാനക രേഖാംശമായി പരിഗണിച്ച് ഒന്നിലധികം മാനക സമയങ്ങൾ നിർണ്ണയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും അല്ല, ചില രാജ്യങ്ങളിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഈ പറയുന്ന പോലെ രേഖാംശ വ്യാപ്തി കൂടുതലായതുകൊണ്ട് അവിടെ ചിലപ്പോൾ ഒന്നിലധികം ടൈം സോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിൽ ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശമായി പരിഗണിക്കുന്നു. ഇപ്പോൾ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആയിട്ട് അവരുടെ രാജ്യത്തിലെ കേന്ദ്രഭാഗത്തു കൂടി പോകുന്ന രേഖാംശ രേഖ ഏതാണോ അതിനെയാണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആയിട്ട് കണക്കാക്കുന്നത്. അതിന്റെ പ്രാദേശിക സമയം സ്റ്റാൻഡേർഡ് ടൈമുമായിട്ട് കണക്കാക്കും. അപ്പോൾ ഒന്നിലധികം ടൈം സോൺസ് ഉള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രാൻസിലൊക്കെ ഒന്നിലധികം ടൈം സോൺസ് ആണ് ഉള്ളത്. ഇനി നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം, ഇത് നമുക്കറിയാം. പൂർവ്വ രേഖാംശം 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം മധ്യത്തായിട്ട് 82.5 ഡിഗ്രി ഈസ്റ്റ് പൂർവ്വ രേഖാംശത്തെയാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത്. ഈ രേഖാംശത്തിലെ പ്രാദേശിക സമയം ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ അത് വെച്ചിട്ടുള്ള കുറച്ച് പിന്നെ ഇതിലുള്ള ഇതൊക്കെയാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഗ്രീനിച്ച് ടൈം പറഞ്ഞ പോലെ തന്നെ വേറൊരു സംഭവം ഉണ്ട്, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. പടിഞ്ഞാറോട്ട് പോകുന്നവര് എന്ത് ചെയ്യും, ഒരു ദിവസം കൂട്ടും. കിഴക്കോട്ട് പോകുന്നവര് ഒരു ദിവസം കുറച്ചുമാണ് എന്ത് ചെയ്യുക, സമയം കണക്കാക്കുക. ഈ സാങ്കല്പിക രേഖയെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയാം. അത് 180 ഡിഗ്രിനെയാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നറിയപ്പെടുന്നത്. നേർരേഖയിൽ കാണപ്പെടാത്ത ഒരു രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. അത് നേർരേഖയിലല്ല, അതിൽ കുറച്ച് ക്രമീകരണങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്, കുറച്ച് കൺവീനിയൻസിന് വേണ്ടിയിട്ട്. കാരണം അത് 180 ഡിഗ്രിയാണ്. അപ്പോൾ അത് ഒരു രാജ്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ആ രേഖയ്ക്ക് കിഴക്കും പടിഞ്ഞാറും ഒക്കെ വ്യത്യസ്ത ദിനങ്ങളായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ ഈ ഒരു കണക്കൂട്ടലനുസരിച്ച് നമ്മൾ ഓരോ ഇതിനനുസരിച്ച് എത്ര വ്യത്യാസം വരുത്തണം എന്നുള്ള രീതിയിൽ പറഞ്ഞു, അല്ലേ? അതായത് 15 ഡിഗ്രിക്ക് 1 മണിക്കൂർ വ്യത്യാസമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ 150 ഡിഗ്രി ഒരു രാജ്യത്തിലൂടെ കടന്നു പോയാൽ ആ രേഖയ്ക്ക് കിഴക്കും പടിഞ്ഞാറും വ്യത്യസ്ത ദിനങ്ങളായിരിക്കും. അപ്പോൾ അത് സൃഷ്ടിച്ചേക്കാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയിട്ട് കുറച്ച് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പസഫിക് സമുദ്രത്തിലെ ബെറിങ് കടലിടുക്കിലൂടെ കടന്നു പോകും വിധവും അതുപോലെ തന്നെ ജനവാസമുള്ള ചില ദ്വീപുകളെ ഒഴിവാക്കിയിട്ടുമാണ് ആ ഒരു രേഖ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നേർരേഖയിലുള്ള ഒരു രേഖയല്ല, അതിന് കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഒരു വ്യത്യാസമൊക്കെ ഉണ്ട്. ആ 180 ഡിഗ്രിയുള്ള രേഖയാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. അതിന്റെ പ്രത്യേകത, വെസ്റ്റിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഡേ കൂടും. കലണ്ടറിൽ ഒരു ദിവസം കൂട്ടി. സഞ്ചാരികൾ ഈ രേഖ മുറിച്ച് കിടക്കുമ്പോൾ വെസ്റ്റിലോട്ട് പോകുമ്പോൾ ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുമ്പോൾ ഒരു ദിവസം കുറച്ചും കാണിക്കും. അപ്പോൾ ടൈം നമ്മുടെ ഇന്റർനാഷണൽ, അതായത് നമ്മുടെ ടൈം ഉണ്ടല്ലോ, ടൈം കണക്കാക്കുന്നത് നമ്മൾ 0 ഡിഗ്രിക്ക് കിഴക്കോട്ട് പോവുകയാണെങ്കിൽ അവിടെ കൂട്ടും, അല്ലെ? നമ്മൾ ടൈം കൂട്ടിയാണ് എടുക്കുക. പടിഞ്ഞാറോട്ട് പോയാൽ കുറയ്ക്കും. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അത് സമയം കണക്കാക്കുന്ന രീതിയൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് 15 ഡിഗ്രി രേഖാംശത്തിന് സമയവ്യത്യാസം 1 മണിക്കൂറാണെങ്കിൽ 82.5 ഡിഗ്രി രേഖാംശത്തിലെ സമയവ്യത്യാസം 5 മണിക്കൂർ 30 മിനിറ്റ്. അപ്പോൾ നമുക്ക് ഏതൊരു രാജ്യത്തിന്റെയും ഈ പറയുന്ന രേഖാംശ രേഖയുടെ ആ ഒരു ഇത് തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, അവിടുത്തെ ടൈം വ്യത്യാസം എത്രയാണ് എന്നുള്ളത് കാണാൻ സാധിക്കും. ഓക്കെ, അത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ സമയം എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഗ്രീനിച്ച് സമയം 12 മണിയാണെങ്കിൽ പ്ലസ് 5 മണിക്കൂർ 30 മിനിറ്റ്. അങ്ങനെ നമുക്ക് ഏതൊരു ഇതും ഒരു രാജ്യത്തിന്റെ രേഖാംശ രേഖ തന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇപ്പോഴത്തെ ചോദ്യങ്ങൾ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കാം, നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന തരത്തിൽ. നോക്കി, ഇവിടുത്തെ എക്സസൈസിൽ ഞാൻ പറഞ്ഞ ചോദ്യം ഉണ്ട്, ഋതുഭേദങ്ങൾക്ക് കാരണമാകാത്ത ഘടകം ഏതാണ്? നമ്മൾ പറഞ്ഞു ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിന്റെ ചരിവുമാണ് കാരണമെന്ന്. അപ്പോൾ അല്ലാത്തത് ഇത് രണ്ടുമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കിയത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.
നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോയതാണ്. നല്ല ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു രീതിയാണിത്. അപ്പോൾ ഇന്നത്തെ ദിവസം പറ്റുമെങ്കിൽ എന്താണ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുന്ന ഒരു പോർഷനും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ അടുത്ത ദിവസങ്ങളായിട്ട് നമുക്ക് കേരളം ഭരണവും ഭരണ സംവിധാനവും അതുപോലെ സുപ്രധാന നിയമങ്ങൾ അതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കി പോകാം, അത് പഠിച്ചും പോകാം. അപ്പോൾ ഈ പഠിച്ചു പോകുന്ന ഏരിയാസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് തന്നെ പോകണം. കാരണം നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏരിയാസ് ആദ്യം പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക. ഓർഡർ എന്നുള്ളതിനേക്കാൾ ഉപരി, ഓർഡറിൽ പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഏത് സബ്ജക്ട് എടുത്താലും അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പോർഷൻ ആദ്യം കവർ ചെയ്യുക. അതിനുശേഷം സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതിനെ കുറച്ചും കൂടെ അങ്ങോട്ട് നീക്കി വയ്ക്കുക. കാരണം പാടുള്ളതിന് നമ്മൾ നല്ലോണം എന്താണ് അതിന്റെ ബേസ് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കേണ്ടത്. അതുകൊണ്ടാണ് ചില ടോപ്പിക്സ് സെലക്ട് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ പഠിച്ചു പോകുന്നത് കൃത്യമായിട്ട് സിലബസിൽ മാർക്ക് ചെയ്തോ എഴുതി വെച്ചോ ഒക്കെ നോക്കുക. എന്നാലും നമുക്ക് ഇനി അങ്ങോട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് നോക്കാനുള്ളത് എന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.